ക്യാഷൊന്നും ഞാൻ നോക്കിയില്ല. കൈസക്കാക്ക് 2 ജിമ്മിനി ഞാനങ്ങ് മേടിച്ച്. നമ്മളങ്ങനെ ക്യാഷൊന്നും നോക്കാൻ പാടില്ല. നമ്മളെ സന്തോഷം നമ്മൾക്കേക്കാൾ സന്തോഷമല്ലേ. അങ്ങനെ ഇന്ന് എൻ്റെ ഒരു 120 രൂപ പോയ വിഷമത്തിലാണ് ഞാൻ. ഒരാവശ്യവുമില്ലാതെ കയ്യിലിരുന്ന കാശ് കൊണ്ട് കളഞ്ഞതിൽ വളരെയധികം ഞാൻ ദുഃഖിതയാണ്. സമയവും പൈസയും ഇത് രണ്ടും എനിക്ക് ഈക്വലി വേസ്റ്റായി പോയിട്ടുണ്ട്. ഞാൻ ഇന്ന് ട്രിവാൻഡ്രം പോയപ്പം നമ്മൾ ഈ ഫെസ്റ്റ് നടക്കുന്നത് അവിടെ ഒന്ന് കയറിയതാണ്. കൈസക്ക് അപ്പോഴേ വാൺ ചെയ്തേ വേണ്ട വേണ്ട അവിടെ ഒന്നും കാണില്ല. എന്നിട്ട് ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് കയറി ചെന്നതാണ്. അവിടെ നമ്മൾ നോർമലി എല്ലാ അക്വാ ഫെസ്റ്റും കാണുമ്പം ഉള്ള ഐറ്റംസ് എല്ലാം അവിടെ ഉണ്ടായിരുന്നു. അതെല്ലാം അടിപൊളിയായിരുന്നു. പിന്നെ ആകെക്കൂടി അവിടെ 120 രൂപ കൊടുത്തതിൽ മുതലായത് ഈ ഒരു മെർമെയ്ഡിൻ്റെതായിരുന്നു. ഇത് അത്യാവശ്യം നല്ലതായിരുന്നു കേട്ടോ. നല്ല ഭംഗിയായിട്ട് അടിപൊളിയായിട്ട് ആൾ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാനും ഒക്കെ. ഓരോരുത്തരോട് ജീവിക്കാൻ വേണ്ടി എന്തോരം കഷ്ടപ്പാടുകളാണ് ചെയ്യുന്നതെന്ന് അത് കാണുമ്പം ഭയങ്കരമായിട്ട് വിഷമം വന്നു. കാര്യം അവർക്ക് ജീവിക്കാൻ വേണ്ടിയില്ല അവർ ഇത്രയും നേരം ആ വെള്ളത്തിൽ കിടന്ന് എന്തെല്ലാം കാണിച്ചാലായിരിക്കും അവർക്ക് ഒരു ഫുൾ ഡേ ഒക്കെ അതിൽ സ്പെൻഡ് ചെയ്യേണ്ടി വരില്ലേ. അത് ഓർത്തപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം വന്നു. പക്ഷേ ഓരോരുത്തർക്കും ഓരോ ലൈഫ് സ്റ്റൈലും ഓരോ ജീവിതമല്ലേ. അങ്ങനെ കുറച്ച് ബുക്സിൻ്റെ സെക്ഷനിൽ പോയി ഞാൻ കുറച്ച് ബുക്സ് മേടിച്ചു കേട്ടോ. ഞാൻ ജീവിതത്തിൽ ബുക്ക് മേടിക്കാത്ത ഞാൻ അത്യാവശ്യം ഓഫർ കണ്ടിട്ടും പിന്നെ എന്തോ അറിയില്ല കുറച്ച് ബുക്സും കാര്യങ്ങളൊക്കെ ഞാൻ മേടിച്ചു. അതിൽ ഫസ്റ്റ് മേടിച്ച ആ ഒരു ബുക്കുണ്ടല്ലോ അത് മോൾക്ക് വേണ്ടിയിട്ടാണ് മേടിച്ചത്. അപ്പം ആൾക്ക് ഫ്രൂട്ട്സൊക്കെ തിരിച്ചറിയാമല്ലോ, അത് കാണുമ്പോൾ നോക്കി പഠിപ്പിച്ചു കൊടുക്കാം എന്നൊക്കെ വിചാരിക്കുന്നു. അങ്ങനെ മേടിച്ചതാണ്. പിന്നെ കുറേ മുട്ടായികളുണ്ട്. പിന്നെ ഷുഗർ കട്ടാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കൊണ്ട് അതൊന്നും ഞാൻ മേടിച്ചില്ല. എന്തിനാ വെറുതെ നമ്മളുടെ ശരീരം നമ്മൾ കേടാക്കുന്ന എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചു. എന്നിട്ട് സാറാക്കും കൈസക്കാക്കും 2 പേർക്കും കുറച്ച് ടോയ്സും കാര്യങ്ങളൊക്കെ മേടിച്ചു. പിന്നെ ആവശ്യമില്ലാതെയും ഞാൻ കുറേ സ്ക്രഞ്ചസ് മേടിക്കും. പക്ഷേ എനിക്ക് സ്ക്രഞ്ച് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ എനിക്കൊന്ന് സജസ്റ്റ് ചെയ്യണം. നല്ല സ്ക്രഞ്ച് കൊല്ലം ബേസ്ഡ് അല്ലെങ്കിൽ വാട്ടെവർ എവിടെയാണെങ്കിലും കുഴപ്പമില്ല. നല്ല സ്ക്രഞ്ച് മേക്ക് ചെയ്യുന്ന ആരെങ്കിലും അറിയെങ്കിൽ എനിക്കൊന്ന് സജസ്റ്റ് ചെയ്യണം. ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ഇട്ടപ്പോൾ എനിക്കൊരാളെ കിട്ടി. പക്ഷേ ആൾ പിന്നെ പ്രോപ്പർ റെസ്പോണ്ട് ഇല്ലാന്ന് എനിക്കതങ്ങ് മിസ്സായി പോയതാണ്. പിന്നെ നമ്മൾ ഈ കാണുന്ന ഈ ഒരു ഐറ്റം ഇത് മാത്രമാണ് അവിടെ കയറിയതിൽ മുതലായത്. ഈ ഒരു സാധനം മേടിച്ച് നേരെ കൈസക്കടുത്ത് ചെല്ലുകയായിരുന്നു. കാര്യം വേറെ ഓപ്ഷനൊന്നുമില്ല. കയ്യിൽ നിന്ന് പൈസയും പോയി സമയവും പോയി. ആ കൂടി മെർമെയ്ഡും പൊട്ടറ്റോ മാത്രമാണ് മുതലായത്.